ഭൈരവ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുംഭം രാശിക്കാരെ കുറിച്ചിട്ടാണ്. കുംഭം രാശിക്കാർക്ക് ഈ വരുന്ന വ്യാഴത്തിന്റെ മാറ്റം ഏത് രീതിയിലുള്ള ഫലത്തെ പ്രദാനം ചെയ്യാനായിട്ട് പോകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തീർച്ചയായിട്ടും വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് കുംഭം രാശിക്കാർക്കൊക്കെയും വരുന്നത്. പൊതുവിൽ 12 രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള ഫലം തന്നെയാണ്. പല വിധത്തിലുള്ള ദൃഷ്ടികളുടേതായ ഭാവ ഫലങ്ങൾക്കനുസൃതമായിട്ട് നല്ല ഫലം 100% നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി ഫലമുണ്ടാകുന്നത്? പൊതുവിൽ ഈ സമയം എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞുതരാം. പൊതുവിൽ മറ്റുള്ള ഇടങ്ങളിലൊക്കെ പറയുന്നുണ്ട് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. ചിലർക്കെങ്കിലും ലഭിക്കും, എന്നാലും ഒരു 88% പേർക്ക് ലഭിക്കാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും ഇപ്പോൾ വരിക. ഒരു 10% പേർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് എന്തായാലും ലഭിക്കില്ല. 100% എഴുതി വയ്ക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വരുന്ന സമയം ജൂൺ മാസം 2-ാം തീയതിയാണ്. എൻ്റെ കണക്ക് പ്രകാരം മെയ് മാസം 26-ാം തീയതിക്ക് അതിൻ്റെതായ ഒരു മാറ്റം സംഭവിക്കുമെന്നുള്ളതാണ് സത്യം. ജാതക പരിശോധനകൾക്കൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്ത് നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ലഭിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കുള്ള ആ ഒരു ഇതൊക്കെ നൽകുന്നതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശോധിക്കാനുള്ള സമയം അനുവദിച്ച് നൽകുന്നതാണ്. ഒരു ജാതകം പരിശോധിക്കാൻ മിനിമം 2 മണിക്കൂറെങ്കിലും സമയമെടുക്കും. അത്രത്തോളം സമയം ലൈവായിട്ട് തന്നെയായിരിക്കും നിങ്ങൾ ജാതകമൊക്കെ കേൾക്കേണ്ടത്. അപ്പോൾ ജാതകം പരിശോധിക്കാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. ദയവായി കോൾ ചെയ്യാതിരിക്കുക. വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ മെസ്സേജോ ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. ദക്ഷിണ വാങ്ങി മാത്രമായിരിക്കും പരിശോധിക്കുക. എല്ലാ ദിവസവും ജാതക പരിശോധനകളൊന്നും തന്നെ ഉണ്ടാവില്ല. ഉള്ള സമയത്തിനനുസരിച്ച് മാത്രം. കാര്യം 2 മണിക്കൂർ കൂടുതൽ സമയമാകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ശ്വാസം മുട്ടലുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം ജാതകങ്ങൾ എല്ലാ ദിവസവും പരിശോധിക്കാറേ ഇല്ല. തീർച്ചയായിട്ടും നല്ല നല്ല ഫലങ്ങൾ വരുന്ന സമയമാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജാതകങ്ങളൊക്കെ പരിശോധിക്കുക. ഇവിടെ വ്യാഴം കർക്കിടകം രാശി മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് വരുന്ന സമയം ജൂൺ 2-ാം തീയതിയാണ്. അപ്പോൾ കർക്കിടകം രാശിയിലേക്ക് വന്നതിന് ശേഷം ഇരിക്കുന്ന ഇടം, അതുപോലെ വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടമൊക്കെയും വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. ഈ കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. കാരണം പരിപൂർണമായ ബലത്തോടു കൂടിയാണ് ദൈവം ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. വ്യാഴം ഗുരു ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. അതുകൊണ്ട് 100% ഫലം നമുക്ക് ഉറപ്പിക്കാം. ഇതുവരെ ലഭിക്കാത്ത കാര്യങ്ങൾ എന്തായാലും ലഭിച്ചിരിക്കുമെന്നുള്ളത് സംശയമൊന്നുമില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലം എന്തായാലും പലർക്കും ദുരിതകാലം തന്നെയാണ്. ഇരിക്കുന്നിടം മാത്രം താല്പര്യമില്ല. പാതകമായ ഒരു ഇടത്ത് ചെന്നാണ് ദൈവം വരുന്നത്. ഗുണമില്ലാത്തൊരു സാഹചര്യം 100% ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇടം കർക്കിടകം രാശി, ദൃഷ്ടി 5-ാം ഭാവമായിട്ട് പതിപ്പിക്കുന്നത് വൃശ്ചികം രാശിയിലേക്കും 7-ാം ഭാവമായിട്ട് മകരം രാശിയിലേക്കും 9-ാം ഭാവമായിട്ട് മീനം രാശിയിലേക്കുമാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുംഭം രാശിക്കാർക്ക് 2-ാം ഭാവമായിട്ട് വരുന്നത് മീനം രാശിയാണ്. മീനം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി 9-ാം ഭാവമായി ഭാഗ്യാധിപതിയായിട്ടാണ് വരുന്നത്. കുംഭം രാശിക്കാർക്ക് 2-ാം ഭാവമായിട്ട് കണക്കാക്കപ്പെടുമ്പോൾ ധനം, കുടുംബം, വാക്ക് എന്ന ഭാവത്തിലേക്കാണ് അതിനെ കണക്കാക്കുക. അപ്പോൾ ധനപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും തീർത്ത് കിട്ടും. കുടുംബത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള സന്തോഷങ്ങളൊക്കെയും വന്നു ചേരും. കൊടുത്ത വാക്കുകളൊക്കെയും പാലിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് മാറും. 100% നിങ്ങൾക്കത് നടന്നിരിക്കും. കാരണം ധനമുണ്ടാകണമെങ്കിൽ തൊഴിൽ വേണം. തൊഴിൽ ലഭിച്ചാൽ ധനം വന്നു ചേരും. അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ സന്തോഷമൊക്കെ വന്നു ചേരുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ്. 9-ാം ഭാവമായിട്ട് ഭാഗ്യാധിപതിയായിട്ടാണ് വ്യാഴം ദൃഷ്ടി കൊടുക്കുന്നത്. അതും പരിപൂർണമായ ബലത്തോടുകൂടി. അങ്ങനെയെങ്കിൽ 100% ഫലം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതുപോലെ വ്യാഴത്തിന്റെ ദൃഷ്ടി കുംഭം രാശിക്ക് 6-ാം ഭാവമായിട്ട് ഋണരോഗ ശത്രുസ്ഥാനത്തേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. 6-ാം ഭാവമായിട്ട് വരുന്നത് അവിടെ വ്യാഴം ഇരിക്കുന്ന ഇടമാണ്. വ്യാഴം 1-ാം ഭാവമായിട്ട് ഇരിക്കുന്ന ഇടമാണ് നിങ്ങൾക്ക് ഋണരോഗ ശത്രുസ്ഥാനമായിട്ട് വരുന്നത്. അപ്പോൾ കർക്കിടകം രാശിയിലേക്കുള്ള വ്യാഴത്തിന്റെ വരവ് നിങ്ങൾക്ക് ഇതുവരെ ആരൊക്കെ ശത്രുക്കളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടോ, എത്രയൊക്കെ സുഹൃത്തുക്കൾ, കുടുംബ ബന്ധങ്ങളൊക്കെ ശത്രുവായിട്ട് മാറിയിട്ടുണ്ടോ, അവരൊക്കെ തന്നെ തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം 100% ഉണ്ട്. അപ്പോൾ ഇവിടെ കടബാധ്യതകളൊക്കെ നീങ്ങി കിട്ടുന്ന സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. തൊഴിൽപരമായ രീതിയിലേക്ക് മുന്നേറ്റം വരുമ്പോൾ എന്തായാലും കടബാധ്യതകൾ തീർന്നു കിട്ടാം. അതുപോലെ തന്നെ മാനസികമായി ഇതുവരെ ഉണ്ടായിരുന്ന ടെൻഷനുകൾ, പ്രശ്നങ്ങൾ, കഷ്ടങ്ങൾക്ക് ഒക്കെ വിടുതൽ ലഭിക്കുകയും ചെയ്യും 100%. അപ്പോൾ ഇവിടെ ഇവിടെ കർക്കിടകം രാശിക്കുള്ളിൽ വന്നിരിക്കുന്ന വ്യാഴം 100% ഋണരോഗ ശത്രുസ്ഥാനം 100%വും ക്ലാരിറ്റിയോടുകൂടി ക്ലിയർ ചെയ്ത് തരേണ്ട സാഹചര്യം. അതുപോലെ തന്നെ ഇവിടെ 10-ാം ഭാവമായിട്ട് കുംഭം രാശിക്ക് 10-ാം ഭാവമായിട്ട് വ്യാഴം ദൃഷ്ടി കൊടുക്കുന്നത് വൃശ്ചികം രാശിയിലാണ്. അപ്പോൾ വൃശ്ചികം രാശി കുംഭം രാശിക്ക് 10-ാം ഭാവമായിട്ട് വരുമ്പോൾ തൊഴിൽ ഭാവമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പൂർവ്വപുണ്യ സ്ഥാനമായിട്ട് വ്യാഴത്തിന്റെ ദൃഷ്ടി ഇവിടെ വൃശ്ചികം രാശിയിലേക്ക് പതിയുമ്പോൾ
ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, നേരത്തെ എന്തെങ്കിലും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് 1 വർഷക്കാലമായിട്ട് നമുക്കത് ലഭിക്കാതെ ഇരുന്നെങ്കിൽ 100% നിങ്ങൾക്ക് അതിൻ്റെതായ ആ ഒരു പോയിന്റ് വന്നു ചേരുകയും നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം 100% ഇവിടെയുണ്ട്. തൊഴിൽപരമായ രീതിയിൽ പാർട്ട്ണർഷിപ്പ് രീതിയിലൊക്കെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അല്പം പാളീച്ചയൊക്കെ വന്നിരുന്ന സാഹചര്യമാണ് 100% അവിടേക്ക് നിങ്ങൾക്കൊരു വിജയം പ്രാപ്തമാകുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഇവിടെ തൊഴിൽ സ്ഥാനത്തേക്ക് പതിയുമ്പോൾ അവിടെ നല്ലൊരു ഫലം പ്രദാനം ചെയ്യും. അതായത് ഇപ്പോൾ 2 രീതിയിലൊക്കെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിലും ശരി, 2 വഴിക്കും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. പക്ഷേ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചൊവ്വ ഇപ്പോൾ ഈ രാശിയാധിപനായ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് മീനൻ രാശിക്കുള്ളിലാണ്. അദ്ദേഹം ഒരല്പം അഗ്നി തത്വത്തിൻ്റെതായ ഒരു ഗ്രഹം കൂടിയാണ്. അപ്പോൾ ഒരല്പം കുടുംബത്തിനുള്ളിൽ ഹീറ്റുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ അവിടെ ഉണ്ടാക്കുകയും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം നിലവിലുണ്ട്. അതായത് ഇപ്പോൾ ഏപ്രിൽ 2-ാം തീയതിക്ക് ശേഷം മെയ് മാസം 15-ാം തീയതി വരെ ഇത്തരം ഒരു പ്രശ്നങ്ങളൊക്കെ, അതായത് തർക്കം ഒക്കെ വന്നു ചേരുന്ന സാഹചര്യം 100% അവിടെ ചെയ്യും. അതായത് ജൂൺ 2-ാം തീയതിക്ക് ശേഷം അനുകൂലമായൊരു ഫലത്തെ പ്രദാനം ചെയ്യുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി 11-ാം ഭാവമായിട്ട്, രാശിക്ക് 12-ാം ഭാവമായിട്ടാണ് ഇവിടെ 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിയുക, മകരൻ രാശിയിലേക്ക് ദൃഷ്ടി പതിയുക. അപ്പോൾ രാശിക്ക് 12-ലേക്ക് ദൃഷ്ടി പതിയുമ്പോൾ മറയ്ക്കപ്പെടുന്ന, അതായത് അനാവശ്യ ചിലവുകൾ ഒക്കെ കുറയ്ക്കുന്ന ഒരു സാഹചര്യം വരും. കുടുംബത്തിന് വേണ്ടി പണമൊക്കെ ചിലവാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിങ്ങൾക്ക് വരും. അതൊക്കെ തന്നെ ശുഭകരമായ ചിലവുകളാക്കിയായിരിക്കും മാറ്റുക. 100% അത് നല്ല ചിലവുകൾ തന്നെയായിരിക്കും. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടേതായ പണമൊക്കെയും ചിലവാകുന്നത്. അപ്പോൾ 2-ാം നിന്നും വ്യാഴം ധനമൊക്കെ നൽകുമ്പോൾ നിങ്ങൾ ഇനി എന്തൊക്കെ വണ്ടി വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാനൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. ചിലർക്ക് വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വീട് വാങ്ങാനോ ഒക്കെ ആഗ്രഹങ്ങളുണ്ടാവും. അങ്ങനെ പല വിധത്തിൽ എന്തും ഏതും നല്ല കാര്യങ്ങൾ, കുടുംബത്തിലൊരു നല്ല കല്യാണമൊക്കെ നടക്കാനൊക്കെ ഇരിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് കാശൊക്കെ ചിലവാകുന്ന സാഹചര്യങ്ങളൊക്കെ വരും. ഇപ്പൊ എന്തും ഏതും ഒരു നല്ല ഫലത്തെ ആയിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, 2-ാം തീയതിക്ക് ശേഷം ഓക്കെയാണ്, 100% നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കും. എന്നാൽ നിലവിൽ ഈ ഏപ്രിൽ 2-ാം തീയതിക്ക് ശേഷം മെയ് മാസം 15-ാം തീയതി വരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ 2-ാം ഭാവമായ മീനൻ രാശിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയും ബുധനും ശനിയുമാണ്. അപ്പോൾ ധനം, കുടുംബം, വാക്ക് സ്ഥാനത്തിനുള്ളിൽ ഈ ചൊവ്വ ഇപ്പോൾ സ്ഥിതി ചെയ്യുമ്പോൾ ഇവിടെ തർക്ക മനോഭാവങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും തന്നെ ഈ കുംഭം രാശിയിൽ പിറന്ന ചിലർക്കെങ്കിലും തന്നെ ഈ തേർഡ് പാർട്ടി പോലുള്ള ഇടപെടലുകൾ, നല്ലത് ചെയ്യാനായിട്ട് വന്ന് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാനായിട്ടുള്ള ചില സന്ദർഭങ്ങളിലേക്ക് നമ്മളെ മൈഗ്രേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലേക്ക് ഒന്ന് അറിഞ്ഞ് ചിന്തിച്ച് പോയാൽ വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. അതായത് ഈ ചൊവ്വയ്ക്ക് 2 ഭാര്യയാണ്. അപ്പോൾ കുടുംബപരമായ രീതിയിൽ ഒന്ന് മറയ്ക്കപ്പെട്ട ഭാര്യയും ഉണ്ടാവും. മീനൻ രാശി കാലചക്ര രാശിക്ക് 12-ാം രാശി ആയതുകൊണ്ട് തന്നെ ഭാര്യയെ മറച്ചുകൊണ്ട് ഭർത്താവ് ഇടപെടുന്ന സാഹചര്യം, ഭർത്താവിനെ മറച്ചുകൊണ്ട് ഭാര്യ ഇടപെടുന്ന സാഹചര്യങ്ങളൊക്കെ ഇത് ബോധപൂർവം അല്ലെങ്കിലും നമ്മളിലേക്ക് സഹായഹസ്തം എന്ന രീതിക്ക് വന്നെത്തി നമ്മളെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്ന ഒരു സാഹചര്യം, വാക്ക് തർക്കങ്ങൾ, കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാക്കും. ചൊവ്വ അത്തരത്തിലൊരു പ്രഭാവത്തെ ഇവിടെ നൽകും. കാരണം ഹീറ്റായിട്ടുള്ള കാര്യം ശനിക്കൊപ്പമാണ് ഇവിടെ ചൊവ്വ നിൽക്കുന്നതെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ പ്രശ്നങ്ങൾ ജൂൺ 15-ാം തീയതിക്ക് മുന്നേ അധികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിനൊക്കെ ഇടം കൊടുക്കാതിരിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ചും ബുധൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന മീനൻ രാശി, ബുധന് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. അതായത് നീചമാണ് ബുധൻ അവിടെ. നമ്മുടെ ബുദ്ധി നീചമായി പോയാൽ എന്ത് ചെയ്യും? പറ്റിക്കലുകൾ നമുക്ക് വന്നു ചേരും. നമ്മൾ മറ്റുള്ളവരെ ബോധപൂർവ്വം പറ്റിക്കുന്ന സാഹചര്യങ്ങളും വന്നെത്തും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്നത് ഒരു പക്ഷേ സത്യമായിരിക്കാം. കുടുംബത്തിനുള്ളിലോ പുറമെയോ ഒക്കെ പോയി പറയുന്ന കാര്യങ്ങൾ സത്യമായി, ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ അങ്ങനെ പോയില്ല, എന്റെ പെടലിക്കാണ് വന്ന് കയറിയത് എന്നൊക്കെ നിങ്ങൾ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ കേൾക്കുന്നവർ പറയും, നിന്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം, അത് കൂടുതലായിട്ട് വിശദീകരിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയുന്ന കാര്യം ബുധൻ പാതകമാണ്. നമ്മുടെ സത്യത്തെ കള്ളത്തരമാക്കി മറ്റുള്ളവരുടെ മുന്നിൽ കാട്ടുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാലഘട്ടങ്ങളെ കൂടി ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. 3-ാം ഭാവത്തിൽ പ്രയത്നങ്ങളുടേതായ സ്ഥാനത്ത് സൂര്യനാണ്. സ്വന്തം വീട്ടിലായതുകൊണ്ട് തൊഴിൽപരമായ ഇടങ്ങളിൽ ഒരു അഗ്രസീവായ ഒരു മോഡ് എന്തായാലും നമുക്ക് നൽകും. ബലവാനായ ജാതകത്തിൽ ബലവാനായി നിന്ന സൂര്യൻ ആരുടെയെങ്കിലും ജാതകത്തിലുണ്ടെങ്കിൽ 100% തൊഴിൽപരമായ രീതിയിൽ 100% മുന്നേറ്റം പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ 2-ാം ഇടത്ത് വരുന്ന ചൊവ്വ അവിടെ ചില പ്രശ്നങ്ങൾ നൽകാൻ സാധ്യതകൾ 100% ഉണ്ടെന്നുള്ള കാര്യമാണ്. ഒരു ഗ്രഹം നല്ലത് പ്രധാനം, മറ്റൊരു ഗ്രഹം മോശം ചെയ്യും. നമ്മുടെ പിന്നിൽ നിൽക്കുന്ന, നമ്മൾ അറിയാതെ നിൽക്കുന്ന ഗ്രഹം കൂട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ ഒക്കെ നമുക്ക് പാതകമായി വരുന്ന സാഹചര്യങ്ങളെ കണക്കാക്കണം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ മുന്നിൽ കണ്ടു വേണം പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നല്ല ഒരു ഫലം തന്നെയാണ് നിങ്ങൾക്ക് ഈ കുംഭം രാശിക്കാർക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. ഒരു അല്പം ചിന്താഗതികളിൽ മാറ്റം വരുത്തിപ്പോയാൽ നല്ല ഫലം എന്തായാലും നിങ്ങൾക്കുണ്ടാവും.
100% ഉറപ്പിച്ചുകൊള്ളുക. നല്ല ഫലം തന്നെയാണ് ഉണ്ടാവുക. തിരിച്ചറിഞ്ഞ് മുന്നിലേക്ക് പോവുക. വ്യാഴം അനുകൂലമായി വരുന്ന വേളയിൽ നിങ്ങൾക്ക് നല്ലൊരു ഫലം എന്തായാലും ഉണ്ടാവും. കാര്യം വ്യാഴത്തിന്റെ ദൃഷ്ടി കുടുംബസ്ഥാനത്ത്, ഇവിടെ രാശിക്ക് 2-ാം ഇടമായ കുടുംബസ്ഥാനത്തേക്കാണ്, ധനം, കുടുംബം, വാക്ക് സ്ഥാനത്തേക്കാണ് വരുന്നത്. എന്നിട്ട് തന്നെ രാശിക്കുള്ളിൽ സർപ്പം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. മറയ്ക്കപ്പെടുന്ന ചില രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവും. അതൊക്കെ തന്നെ ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ ഇരിക്കുക. സെക്കൻഡ് ഓപ്ഷൻ ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കുക. കാരണം സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വിനയായി തന്നെ എപ്പോഴും വരും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുന്നത് രാശിക്ക് 7-ാം ഇടത്തിലാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ 100% അവിടെ പ്രശ്നത്തെ നൽകിയിരിക്കും. ഉറപ്പിച്ചുകൊള്ളുക. 100% പ്രശ്നം നൽകി. കാര്യം 2-ാം ഇടത്തെ കൂടി കണക്കാക്കിയിട്ടാണ് 7-ാം ഇടമായ ഭാര്യ സ്ഥാനത്തെ കണക്കാക്കേണ്ടത്. ഇപ്പോൾ 2-ാം ഇടത്തിൽ ചൊവ്വ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ബോധപൂർവം അത്തരം പ്രശ്നങ്ങളിലേക്ക് ചാടാതിരിക്കുക. ഇവിടെ ചതയ നക്ഷത്രക്കാർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വരും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ഈ സാഹചര്യങ്ങളെ അനുസരിച്ച് ചിന്തിച്ച് ബോധപൂർവം തന്നെ നമ്മൾ തന്നെയാണ് നമ്മളെ മാറ്റേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഗ്രഹങ്ങൾ ചിന്തിക്കും, പക്ഷേ നമ്മളെ പോലുള്ള ജ്യോത്സ്യർ അല്ലെങ്കിൽ ഈ ജ്യോതിഷപരമായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആൾക്കാർ പറയുന്ന നല്ല കാര്യങ്ങളെ കേൾക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രമാണ് അതിൽ മാറ്റം ഉണ്ടാകുക. രാശി പ്രവചനങ്ങൾ എന്ന് പറയുന്നത് താൽക്കാലികമായ ഇപ്പോൾ നടക്കുന്ന റണ്ണിങ് പോയിന്റുകൾ എങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രമായിരിക്കും. ഒരേ നക്ഷത്രത്തിൽ ഒരേ ദിവസം പിറക്കുന്നവരുടേതായ ആ ഒരു ലഗ്നപരമായ രീതിയിലുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് അവരുടെ ജീവിത ശൈലികൾ വ്യത്യാസമായിരിക്കും. 26-ാം തീയതി ഒരാൾ ജനിച്ചു എന്ന് വെച്ചിട്ട് എല്ലാ 26-ാം തീയതി ജനിച്ച എല്ലാവർക്കും ഒരേ ഫലം തന്നെ ലഭിക്കുകയില്ല. അതിൻ്റെതായ വ്യത്യാസങ്ങളും നക്ഷത്രപാദങ്ങളും വ്യത്യാസങ്ങൾ കാട്ടുമ്പോൾ 100% അവിടെ അവരവരുടെ ജീവിതം മാറ്റം വരും. ഒരാള് തലതിരിഞ്ഞ ഒരാളായിട്ട് നടക്കാനും മറ്റൊരാൾ കോടീശ്വരനായിട്ട് നടക്കുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഒരു ദിവസത്തിൽ പല ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൽ കൂടെ തന്നെ മനസ്സിലാക്കണം. ബോധപൂർവം നമ്മൾ തന്നെയാണ് മാറ്റി ചിന്തിക്കേണ്ടത്. അത്തരം ചിന്തകളാണ് നമ്മളെ വിജയത്തേക്ക് നയിക്കുക എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. പരിഹസിക്കുന്നവർ എല്ലാ കാലത്തും പരിഹസിച്ചുകൊണ്ടേയിരിക്കുന്നു. വിജയിക്കുന്നവർ എല്ലാ കാലത്തും വിജയിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഏറ്റവും കൂടുതൽ പരിഹാസം കേൾക്കുന്നത് ആരാണോ അയാളായിരിക്കും ഏറ്റവും കൂടുതൽ വിജയിക്കുകയും പരിഹാസം ചെയ്യുന്നവർ എല്ലാ കാലത്തും തോൽവിയിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് പരിഹസിക്കപ്പെടാനാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യമാണ്. മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ വിജയവും, നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടേതായ എന്നേക്കുമായ തോൽവിയുമായിട്ട് മാറും. പരിഹാസങ്ങൾക്ക് മറുപടി പറയാത്തവനാണ് ഏറ്റവും വലിയ വിജയിയും നല്ല രീതിക്ക് ജീവിക്കുകയും ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭകരമായ ഒരു നല്ല വർഷം ഉണ്ടാകട്ടെ ജൂൺ മാസത്തിന് ശേഷമെന്ന് ആശംസിക്കുന്നു. ശുഭം.